നമസ്കാരം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇസ്ലാമിനെ ഭാഗികമായി നിരോധിക്കുകയോ ഭാഗികമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇസ്ലാം മതത്തെ നിരോധിച്ചിട്ടുള്ള, ഭാഗികമായി നിയന്ത്രിച്ചിട്ടുള്ള 9 രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത്. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്താനോ മറ്റേതെങ്കിലും മതത്തെ പുകഴ്ത്താനോ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്കിടയിൽ ഈ ലോകരാജ്യത്ത് ചില രാജ്യങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങളെ അറിയിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇസ്ലാം മതം നിരോധിച്ചിട്ടുള്ള 1ാമത്തെ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. സ്വിസ് ഗാർഡുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രമേ അവിടെ പൗരത്വം നൽകുകയുള്ളൂ. ഇസ്ലാം പള്ളികളോ മതപരമായിട്ടുള്ള ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു മുസ്ലിം കുടുംബവും അവിടെ സ്ഥിര താമസക്കാരല്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് വിനോദസഞ്ചാരത്തിന് ആവശ്യമായിട്ടുള്ള വിസിറ്റിംഗ് വിസകൾ, ടൂറിസ്റ്റ് വിസകൾ ലഭിക്കാറുണ്ട്. അതും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ ഭരണ സ്ഥിരാകേന്ദ്രം കൂടിയായിട്ടുള്ള വത്തിക്കാൻ സിറ്റി ഒരു ക്രിസ്ത്യൻ മത രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിനും അവിടെ പ്രവർത്തിക്കുവാനോ ആരാധന നടത്തുവാനോ അവരുടെ പള്ളികളോ അമ്പലങ്ങളോ പണിയുവാനുള്ള അനുമതി വത്തിക്കാൻ സിറ്റി നൽകാറില്ല. അടുത്ത രാജ്യം മൊറോക്കയാണ്. സമ്പൂർണമായിട്ടും കത്തോലിക്ക വിശ്വാസികൾ മാത്രം താമസിക്കുന്ന, ജീവിക്കുന്ന രാജ്യം. വലിയ രീതിയിലുള്ള കുടിയേറ്റം മൊറോക്കോ അനുവദിക്കത്തില്ല. മൊറോക്കയിൽ മുസ്ലിം പള്ളികളില്ല. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. വിദേശികളായ മുസ്ലിങ്ങളുടെ മത ചടങ്ങുകൾ സ്വകാര്യമായിരിക്കണം. പള്ളികളോ പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥനയോ മറ്റു മതകാര്യങ്ങളും അനുവദനീയമല്ല. കത്തോലിക്ക ഐഡന്റിറ്റി നിലനിർത്തുന്ന ചെറിയ ജനസംഖ്യയുള്ള രാജ്യമാണ് മൊറോക്കോ. അടുത്ത രാജ്യമാണ് സാൻ മറീനോ. കത്തോലിക്ക വിശ്വാസികൾ ജീവിക്കുന്ന രാജ്യമാണ് സാൻ മറീനോ. ഇസ്ലാം മതത്തെ അവിടെ ഔദ്യോഗിക മതമായി അവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ലാം പള്ളികളോ ഇസ്ലാം മതപരമായിട്ടുള്ള ചടങ്ങുകളോ നടത്തുവാൻ അവിടെ അനുവദിക്കത്തില്ല. മുസ്ലിങ്ങൾക്ക് സ്ഥിരതാമസത്തിന് അവിടെ അനുമതി കൊടുക്കാറില്ല. സാൻ മറീന ഒരു ചരിത്രപ്രധാനമായ കത്തോലിക്ക രാജ്യമാണ്. മറ്റു മതങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി അവിടെ തീരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത രാജ്യം അൻഡോറയാണ്. ക്രിസ്തുമതത്തിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നതെന്ന് അവിടുത്തെ ഗവൺമെന്റ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും തുല്യ നിയമം ഒരു സർക്കാർ നൽകിയാൽ ക്രിസ്തു പൈതൃകം വെല്ലുവിളിക്കപ്പെടും എന്ന് അൻഡോറക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ അൻഡോറയിൽ അനുമതിയില്ല. ഇസ്ലാം മതത്തെ നിയമപരമായി അവർ അംഗീകരിക്കുന്നില്ല. മുസ്ലിം പള്ളികളോ ഇസ്ലാം മതപരമായിട്ടുള്ള ചടങ്ങുകളോ അവിടെ അനുവദനീയമല്ല. കർശനമായ കുടിയേറ്റ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസത്തിന് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത രാജ്യം അർമേനിയാണ്. അർമേനിയയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. എങ്കിലും പൊതുവായിട്ടുള്ള ചടങ്ങുകൾ നടത്തുവാൻ അവർ അവിടെ അനുവദിക്കാറില്ല. പ്രൈവറ്റായിട്ടുള്ള പ്രാർത്ഥനകളും മറ്റും മാത്രമാണ് ആ പള്ളിയിൽ നടക്കുന്നത്. ഒട്ടോമൻ സാമ്രാജ്യ യുദ്ധത്തിൽ അർമേനിയയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മുറിവുകൾ ഇന്നും അർമേനിയക്കാർ മറന്നിട്ടില്ല. ഇസ്ലാമിനെ അവർ വലിയ ശത്രുക്കളായാണ് കാണുന്നത്. തൊട്ടടുത്ത രാജ്യമായ അസർബൈജാനിൽ നിന്നും അർമേനിയക്ക് നിരന്തരം ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അർമേനിയൻ അപ്പോസ്തലൻ ചർച്ചാണ് അവിടുത്തെ പ്രധാന വിഭാഗം. പൊതു ഇസ്ലാം ആചാരങ്ങൾ അവിടെ അനുവദിക്കത്തില്ല. നീണ്ട മുസ്ലിം രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിന്റെയും കൊന്നൊടുക്കലുകളുടെയും ചരിത്രമാണ് അർമേനിയക്ക് പറയാനുള്ളത്. അടുത്ത രാജ്യം സ്ലോവാക്യയാണ്. യൂറോപ്യൻ യൂണിയനിൽ ഒരു മുസ്ലിം പള്ളി പോലും ഇല്ലാത്ത രാജ്യമെന്ന് സ്ലോവാക്യയെ വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെ ഒരു മുസ്ലിം പള്ളി പോലും ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സ്ലോവാക്യ ഒരു ക്രിസ്ത്യൻ രാജ്യമായി തുടരണം എന്നുള്ളത് കൊണ്ട്
മറ്റു മതങ്ങൾക്ക് പൗരത്വം നൽകുന്നില്ല. പ്രധാന മതം കത്തോലിക്ക മതമാണ്. സ്ലോവാക്യയിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം പള്ളികൾ ഇല്ല. നിയമപരമായി ഇസ്ലാം മതത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. 2014 നടപ്പിലാക്കിയ നിയമം ഇസ്ലാമിനെ അവിടെ സ്ഥിരതാമസത്തിന് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. അടുത്ത രാജ്യം ഹംഗറിയാണ്. ഇസ്ലാം മതത്തെ പരസ്യമായി എതിർക്കുന്ന രാജ്യമാണ് ഹംഗറി. ഓപ്പൺ ബോർഡർ പോളിസിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് ഹംഗറി. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിരുദ്ധത കൂടുവാൻ കാരണമായി തീർന്നതും അതുതന്നെയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രിസ്തുമതത്തിന്റെ തകർച്ചയും ഇസ്ലാം മതത്തിന്റെ വളർച്ചയും ഹംഗറിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ കുടിയേറ്റ നിയമങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്ത രാജ്യം പോളണ്ടാണ്. കത്തോലിക്കം സംസ്കാരത്തെയും പൈതൃകത്തെയും നിലനിർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശക്തമായ നിയമങ്ങളാണ് പോളണ്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂട്ട ഇസ്ലാം കുടിയേറ്റം പോളണ്ടിന്റെ പാരമ്പര്യത്തെയും ക്രിസ്ത്യൻ പൈതൃകത്തെയും നശിപ്പിക്കപ്പെടുമെന്നാണ് പോളണ്ടുകാർ വിശ്വസിക്കുന്നത്. കത്തോലിക്ക മതമാണ് അവിടെ കൂടുതലും ഉള്ളത്. കർശനമായ കുടിയേറ്റ നിയമങ്ങൾ മുസ്ലിം കുടിയേറ്റക്കാരെ അവിടെ സ്ഥിരതാമസത്തിന് അനുവദിക്കത്തില്ല. മുസ്ലിം അഭയാർത്ഥികളെ പോളണ്ട് സ്വീകരിക്കില്ല. ചില മുസ്ലിം പള്ളികൾ അവിടെ ഉണ്ടെങ്കിലും വലിയ എതിർപ്പ് ഇപ്പോഴും അവരുടെ ആരാധനയ്ക്കുമേൽ പോളണ്ടുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത രാജ്യം ചെക്ക് റിപ്പബ്ലിക് ആണ്. ഇസ്ലാമിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യം. ചരിത്രപരമായി ക്രിസ്ത്യൻ സമൂഹമാണ് അവിടെ ഉള്ളത്. മുസ്ലിം സംഘടനകൾ നിയമപരമായ പദവികൾ നേടാൻ പാടുപെടുകയാണ്. ഇസ്ലാം കുടിയേറ്റത്തെ പരസ്യമായി എതിർക്കുന്ന രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക്. ക്രിസ്തുമതത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും ആ രാജ്യത്ത് അവർ അനുവദിക്കത്തില്ല. ഈ രാജ്യങ്ങളാണ് ഇസ്ലാം മതത്തെ ഭാഗികമായോ പൂർണ്ണമായോ നിരോധിച്ചിട്ടുള്ള ലോകത്തിലെ രാജ്യങ്ങൾ.